അല്ല, നിങ്ങൾക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അല്ല രഘു, നിത്യെന്ന് ഡിസ്ചാർജ് ചെയ്യുമല്ലോ. അങ്ങനെയാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകും. മോനെയും കൂടി കൊണ്ടുപോകണം. അല്ല ചേട്ടാ, നിത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. 1-2 ദിവസങ്ങൾ കൂടി മോനെ ഇവിടെ കൂടെ നിർത്തിയിട്ട് ആ 2 ദിവസത്തിനുള്ളിലേ ഇതുപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടായാലോ? ഞങ്ങൾ എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നേ? നിങ്ങൾ എന്താ മിണ്ടാതെ നിൽക്കുന്നേ? നിനക്കെന്താ മോനെ വേണ്ടേ? അമ്മ, ആദ്യം ഇപ്പൊ ഞങ്ങളുടെ കൂടെ വിട്ടേ പറ്റൂ. മോളെ, അത് நீங்க எல்லாரும் பார்க்கலையா? ஆதி திரும்பி வந்தபோது அவன் நித்யா மேடத்துக்கிட்ட எப்படி பழகிட்டு இருந்ததுன்னு. அவன் வரமாட்டேன். മനു, മോനെ, ഇപ്പൊ കുഞ്ഞിനെ കൊണ്ടുപോണ്ട. അവൻ ബഹളം വെക്കും. നമ്മളായിട്ട് ഈ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണോ? എവിടെ നിന്നാലും ഇതൊക്കെ തന്നെ ആവും സ്ഥിതി. മുറിച്ചു മാറ്റേണ്ടതാണെങ്കിലേ അത് കുറച്ച് നേരത്തെ ആവുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പറഞ്ഞത് ശരിയാണ്, മുറിച്ചു മാറ്റാനേ പറ്റൂ. അതവനെ ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിലാവരുതെന്ന് മാത്രം. മനുവിന്റെ അച്ഛനും അമ്മയും പറയുന്നുണ്ടല്ലോ, അതിനപ്പുറം വേറൊന്നും അമ്മ പറയണ്ട. ആൻറ്റി, ആദ്യയെ കൊണ്ടുപോകുക എന്നത് പ്രാക്ടിക്കലായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ ഇവിടെ വെച്ച് സംഭവിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇവിടുന്ന് തിരിച്ചു പോകുന്ന നിത്യേച്ചിക്ക് പതുക്കെ അതിനോട് പൊരുത്തപ്പെടാനും പറ്റും. ആദ്യയുടെ സങ്കടങ്ങൾ മാറ്റിയെടുക്കാൻ ഞങ്ങൾക്കും പറ്റും. കൊണ്ടുപോയിക്കോളൂ. പിന്നെ അവള് ചോദിച്ചതുപോലെ അവള് അവകാശമൊന്നും അല്ലല്ലോ. മധുര നൊമ്പരക്കാറ്റ്